ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും എക്കണോമിക്സിൽ ഇതിനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ്. ഇത് നമുക്ക് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ഡെഫിനിഷൻ നോക്കാം. അതായത് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് CPRS എന്ന് ചുരുക്കി വിളിക്കാം. ആർ നാച്ചുറൽ ഓർ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ളതോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള റിസോഴ്സ് ആവാം. വെയർ വൺ പേഴ്സൺസ് യൂസ് സബ്സ്ട്രാക്ട്സ് ഫ്രം അനദേഴ്സ് യൂസ്. അതായത് ഒരാൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഉപയോഗം കുറയ്ക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ലൈബ്രറി, പബ്ലിക് ലൈബ്രറിയിൽ ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ ആ ചെയറിൽ മറ്റൊരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്പേസ് അവിടെ ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉദാഹരണമായിട്ട് എടുക്കുക. ആൻഡ് വെയർ ഇറ്റ് ഈസ് ഓഫൺ ഡിഫിക്കൽട്ട് ടു എക്സ്ക്ലൂഡ് ഓർ ലിമിറ്റ് യൂസേഴ്സ്. അതായത് പലപ്പോഴും ഈ യൂസേഴ്സിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്ന്. അതായത് പബ്ലിക് പ്രോപ്പർട്ടീസ് ലൈക്ക് ഇപ്പോൾ ഏതാണ്, ഇപ്പോൾ ഒരു ബീച്ച് ആയാലും അപ്പം നമുക്ക് ആൾക്കാർക്ക് ഇന്ന വിഭാഗം ആൾക്കാർക്ക് ഈ ബീച്ച് സന്ദർശിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. ആൾക്കാരെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്നാൽ അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദീസ് റിസോഴ്സസ് ആർ ടിപ്പിക്കലി മാനേജ്ഡ് കളക്റ്റീവ്ലി ബൈ എ കമ്മ്യൂണിറ്റി. അതായത് ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, ഈ റിസോഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് അണ്ടറിലുള്ളതായിരിക്കും. ആ ഒരു കമ്മ്യൂണിറ്റിയാണ് അത് മാനേജ് ചെയ്യുന്നത് ബൈ എ കമ്മ്യൂണിറ്റി ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ എഫക്ട്സ് അനുഭവിക്കുന്നവർ, അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആൾക്കാർ. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റി വീഡിയോ ഉണ്ടോ? ലിങ്ക് ഇവിടെ ഇട്ടേക്കാൻ ക്ലിക്ക് ചെയ്താൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മനസ്സിലാക്കാം. ഹിയർ ആർ സം കീ പോയിൻറ്റ്സ്. നമുക്ക് കുറച്ച് ഇതിനെപ്പറ്റിയുള്ള കുറച്ച് കീ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ്. ഒന്നാമത്തെ വെച്ചാൽ നോൺ എക്സ്ക്ലൂഡബിലിറ്റിയാണ്. അതായത് ആരെയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ചലഞ്ചിങ് ടു പ്രിവെൻറ്റ് ഇൻഡിവിജ്വൽസ് ഫ്രം യൂസിങ് ദ റിസോഴ്സസ്. നമുക്ക് പൊതുനിരത്തിൽ കൂടെ ആരിൽ നടക്കരുതെന്ന് ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൈബ്രറി അല്ലെങ്കിൽ ഒരു ബീച്ച് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇത് ഉപയോഗിക്കരുതെന്ന് ഒരാളെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരാളടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല. അടുത്തത് റൈവൽറി ഇൻ കൺസംഷൻ. അത് നമ്മളത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഒരു എതിരാളി ഉണ്ടായിരിക്കും. അതായത് വൺ പേഴ്സൺസ് യൂസ് ഓഫ് ദ റിസോഴ്സസ് ഡിമിനിഷസ് ദ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി അവൈലബിൾ ഫോർ അതേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പബ്ലിക് ലൈബ്രറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വാണ്ടിറ്റി, നമ്മൾ ഇരിക്കുന്ന അത്രയും സ്പേസ് അവിടെ കുറയുകയാണ്. നമ്മൾ എടുക്കുന്ന പുസ്തകം ക്വാളിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വന്ന ആൾക്ക് നമ്മൾ ആ പുസ്തകം തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾക്ക് എടുത്ത് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ക്വാളിറ്റി ഓഫ് റിസോഴ്സ് കുറയുകയാണ്. അടുത്ത പ്രത്യേകത വെച്ചാൽ ജോയിൻറ്റ് മാനേജ്മെൻറ്റ്. അതായത് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് ആർ ഓഫൺ മാനേജ്ഡ് കളക്റ്റീവ്ലി ബൈ കമ്മ്യൂണിറ്റീസ് ഓർ യൂസർ ഗ്രൂപ്പ്സ്. ഒരു കളക്റ്റീവായിട്ട് ഒരു കൂട്ടം ആൾക്കാരായിരിക്കും ഇതിൻ്റെ ഓണർഷിപ്പായിട്ട് ഉള്ളത്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും അതിൻ്റെ ഓണേഴ്സായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തായിരിക്കും അതിൻ്റെ ഓണേഴ്സായിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അടുത്തത് റെഗുലേഷൻ ആൻഡ് ഗവേണൻസ്. അത് റെഗുലേറ്റ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? ഇപ്പം എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് റൂൾസ് ആൻഡ് നോംസ്. മനസ്സിലായില്ലേ? ഇതിന് റൂൾസ് നോംസ് ഒക്കെ ഉണ്ടാവും ഈ പബ്ലിക് ആയിട്ടുള്ള റിസോഴ്സ് കൺട്രോൾ ചെയ്യുന്നതിന്. ദാറ്റ് ഗവേൺ യൂസേജ് ആൻഡ് മെയിൻ്റനൻസ് അതിൻ്റെ യൂസേജൊക്കെ നിയന്ത്രിക്കുന്നതിന് ഒരു പൊതുവായിട്ട് ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് നിയമവശങ്ങൾ ഇതിനുണ്ടാകും. റൂൾസും ചില നിയമവശങ്ങൾ ഇതിനുണ്ടാവും. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ്. ഞാൻ നേരത്തെ പറഞ്ഞ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് ഫിഷറീസ് ഒരു കോമൺ പ്രോപ്പർട്ടി റിസോഴ്സാണ്. അതിൽ ഓഷൻസ്, അതറിയാമല്ലോ, കടൽ, തടാകങ്ങൾ, നദി, കായൽ, ഇവിടെയൊക്കെ നമുക്ക് മീൻ പിടിക്കാം അല്ലേ. റിവേഴ്സ് വെയർ ഫിഷ് സ്റ്റോക്സ് ആർ ഷെയ്ഡ് എമംഗ് മൾട്ടിപ്പിൾ യൂസേഴ്സ്. പല ആൾക്കാരാണ് മീൻ പിടിക്കുന്നത്. ഓക്കെ, അപ്പം ഒരാൾ എക്സ്റ്റെൻസീവായിട്ട് ഫിഷ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ക്വാളിറ്റിയും കുറയുകയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് ഫോറസ്റ്റ്. കാട് എന്താണ്? കോമൺ പ്രോപ്പർട്ടി റിസോഴ്സാണ്. കമ്മ്യൂണൽ ഫോറസ്റ്റ് വെയർ ടിമ്പർ ആൻഡ് നോൺ ടിമ്പർ, അതായത് വിറകിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ പോകുന്ന കാട്ടിലാണ്. ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആർ ഹാർവസ്റ്റഡ്. അപ്പം വിറകൊക്കെ വനത്തിൽ നിന്ന് ശേഖരിക്കുന്നു. അടുത്ത പാസ്റ്റുവേഴ്സ്, അതായത് കന്നുകാലി മേയ്ക്കുന്ന ഈ മേച്ചിൽപ്പുറങ്ങളില്ലേ. ഇപ്പോൾ ഗ്രേസിംഗ് ലാൻഡ്സ് യൂസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഹേർഡേഴ്സ്. അതായത് ഒരുപാട് ഹേർഡേഴ്സ് ഉണ്ടാവും, കന്നുകാലി മേയ്ക്കുന്നവരുണ്ടാവും. അവർ പലരായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത വാട്ടർ റിസോഴ്സസ്, ഷെയർഡ് ഇറിഗേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതായത് പൊതുവായിട്ട് ഷെയർ ചെയ്യുന്ന വാട്ടർ ബോഡീസ്, അവർ കുടിവെള്ളം എടുക്കുന്ന വാട്ടർ ബോഡീസ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ബേസിൻസ്, ഭൂഗർഭജലം. ഓക്കെ, പിന്നെ ആൻഡ് കമ്മ്യൂണിറ്റി വെൽസ്,
പൊതുക്കിണറുകളൊക്കെ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സാണ്. പിന്നെ അറ്റ്മോസ്ഫിയർ ഒരു പ്രധാനപ്പെട്ട ഒരു കോമൺ പ്രോപ്പർട്ടി റിസോഴ്സാണ്. അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ എയർ ക്വാളിറ്റി ആൻഡ് ക്ലൈമറ്റ് റെഗുലേഷൻ, അപ്പോൾ ഇതൊക്കെ എയർ ക്വാളിറ്റി, അതായത് നമ്മൾ വായു മലിനമാക്കി കഴിഞ്ഞാൽ അത് മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, അത് മറ്റ് സമൂഹത്തിലുള്ള മറ്റാൾക്കാരെ ബാധിക്കും. അപ്പോൾ ഇതെല്ലാം കോമൺ പ്രോപ്പർട്ടി റിസോഴ്സിന് ഉദാഹരണങ്ങളാണ്. നമുക്കിനി ചലഞ്ചസ് ഇൻ മാനേജിങ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ് നോക്കാം. അതായത് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിനുള്ള നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ. ഇപ്പോൾ ഒന്നാമത് ഓവർ യൂസ് ആണ്. അത് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. അതായത് വിത്തൗട്ട് പ്രോപ്പർ മാനേജ്മെൻറ്റ്, നല്ല മാനേജ്മെൻറ്റ് ഇല്ലാതെ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിപ്ലീറ്റ് ചെയ്യുക, അത് നശിച്ചു പോകാനുള്ള, കാലക്രമേണ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ ഇപ്പം ഒരു പൊതു ജലാശയത്തിൽ നിന്ന് എല്ലാവരും വെള്ളം എടുത്തു കഴിഞ്ഞാൽ, അത് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ജലാശയം വറ്റിപ്പോയി കഴിഞ്ഞാൽ അതൊരു ട്രാജഡി ഓഫ് കോമൺസ്. അത് അതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താണ്, അവർ സഫർ ചെയ്യും. അതാണ് ട്രാജഡി ഓഫ് കോമൺ എന്ന് പറയുന്നത്. വിത്തൗട്ട് പ്രോപ്പർ മാനേജ്മെൻറ്റ് CPRs ക്യാൻ ബി ഓവർ എക്സ്പ്ലോയിറ്റഡ് ലീഡിങ് ടു ഡീഗ്രഡേഷൻ ആൻഡ് ഡിപ്ലീഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ ഫ്രീ റൈഡർ പ്രോബ്ലം. അത് ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പഞ്ചായത്തായിരിക്കും, എന്നുണ്ടെങ്കിൽ മറ്റാൾക്കാരായിരിക്കും. പക്ഷേ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ബെനിഫിറ്റ്, ആ ലൈറ്റിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നത് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരും അനുഭവിക്കും. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇൻഡിവിജ്വൽസ് മേ ബെനിഫിറ്റ് ഫ്രം ദ റിസോഴ്സസ് വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിങ് ടു ഇറ്റ്സ് മെയിൻ്റനൻസ്. അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ആരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, എന്നാൽ അത് പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ. അപ്പം ചില ആൾക്കാരായിരിക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് നിർത്തുന്നത്, എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരും കൂടെ ആയിരിക്കും. ഓക്കെ, അതാണ് ഫ്രീ റൈഡർ പ്രോബ്ലം. അതായത് ഫ്രീ ആയിട്ട് ബെനിഫിറ്റ് അനുഭവിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് കോർഡിനേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. അത് കോർഡിനേറ്റ് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പബ്ലിക് പ്രോപ്പർട്ടി റിസോഴ്സൊക്കെ. ഇപ്പോൾ ഡെവലപ്പിംഗ് ആൻഡ് എൻഫോഴ്സിങ് റൂൾസ് ഫോർ റിസോഴ്സസ് യൂസ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. അപ്പം ഇത് ഈ പബ്ലിക് റിസോഴ്സാണ്, ഇത് ഇത്രേ ഉപയോഗിക്കാവൂ, ഇതിന് ഇത്ര ലിമിറ്റ് വയ്ക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രയാസകരമാണ് നടപ്പിലാക്കാനൊക്കെ. ഓക്കെ, എസ്പെഷ്യലി ഇൻ ലാർജ് ഓർ ഡൈവേഴ്സ് യൂസർ ഗ്രൂപ്പ്. ഒരുപാട് യൂസർ ഗ്രൂപ്പുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിരിക്കും. ആർക്കും ഇങ്ങനെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. സൊല്യൂഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ് അപ്രോച്ചസ്. ഇതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെയാണ്, ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നടപ്പിൽ ആക്കൽ പദ്ധതികളൊക്കെയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒന്നാമതെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് മാനേജ്മെൻ്റ് ആണ്. കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു കോമൺ പ്രോപ്പർട്ടി മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇൻവോൾവിങ് ലോക്കൽ കമ്മ്യൂണിറ്റിനെ ഇത് ഏൽപ്പിക്കുക, അവരുടെ ഉത്തരവാദിത്തത്തിലായിരിക്കണം ഇത് ആൾക്കാർക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കേണ്ടത്. ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, അത് ഒരു സൊല്യൂഷൻ ആണ്. ഒരു പരിധിവരെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത് പ്രോപ്പർട്ടി റൈറ്റ്സ് കൊടുക്കാം. അപ്പം അസൈനിങ് ക്ലിയർ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓർ യൂസ് റൈറ്റ്സ് ടു ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് നിങ്ങൾക്ക് റൈറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ അവരുടെ നിബന്ധനയും കൂടെ കൊടുക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം, വേറൊരു വശമുണ്ട്, ഇത്രയും ഭാഗമേ നിങ്ങൾക്ക് ഉപയോഗിക്കാവൂ എന്നും കൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില റൈറ്റ്സ്, പ്രോപ്പർട്ടി റൈറ്റ്സ് കൊടുത്ത് ഇതൊരു പരിധിവരെ പരിഹരിക്കാം. പിന്നെ റെഗുലേഷൻസ് ആൻഡ് പോളിസീസ്, നിബന്ധനകൾ കൊണ്ടുവരാം, ചില നയങ്ങൾ, പോളിസികൾ കൊണ്ടുവരാം. ഇപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്, ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്യാം. ആൻഡ് പോളിസീസ് ദാറ്റ് റെഗുലേറ്റ് റിസോഴ്സ് യൂസ് ആൻഡ് പ്രൊട്ടക്റ്റ് CPRs, അതായത് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ അത് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ആണ്. ഒന്നിലധികം മാനേജേഴ്സിനെ അസൈൻ ചെയ്യുക. അതായത് കൊളാബറേറ്റീവ് മാനേജ്മെൻറ്റ് ഇൻവോൾവിങ് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒന്നിലധികം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡിസ്കസ് ചെയ്തിട്ട് അത് കോമൺ പ്രോപ്പർട്ടി ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകും. പിന്നെ ഇൻക്ലൂഡിങ് ഗവൺമെൻറ്, അതിൽ ഗവൺമെൻറ് ഉൾപ്പെടെയാണ് കേട്ടോ. പിന്നെ കമ്മ്യൂണിറ്റീസ് ആൻഡ് പ്രൈവറ്റ് എൻറ്റിറ്റീസ് എല്ലാവരെയും കൊളാബറേറ്റീവായിട്ട് എന്ത് ചെയ്യുക, മാനേജേഴ്സ് ആക്കുക. അത് മാനേജ് ചെയ്യുന്ന ചുമതല ഏൽപ്പിക്കുക. അതൊരു പരിധിവരെ പ്രശ്ന പരിഹാരത്തിന് സഹായിക്കുന്നതാണ്. അടുത്തത് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. സസ്റ്റൈനബിൾ പ്രാക്ടീസ് വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് യൂസ് ചെയ്യണം എന്നുള്ള ഒരു മാനസികാവസ്ഥ മുൻനിർത്തി ഉപയോഗിക്കുന്നത്. പ്രൊമോട്ടിംഗ് പ്രാക്ടീസസ് ദാറ്റ് എൻഷുർ ദ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഓഫ് ദ റിസോഴ്സസ്. അതായത് ലോങ് ടൈം ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ ലോങ് ടൈം ആയിട്ടുള്ള രീതിയിൽ റിസോഴ്സിനെ സസ്റ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കൺക്ലൂഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ് ഈസ് ക്രൂഷ്യൽ. അതായത് നമ്മൾ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സുകൾ അത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് നിർത്തുക എന്നുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ്? ഫോർ എൻഷുറിങ് ദെയർ സസ്റ്റൈനബിലിറ്റി ആൻഡ് ദ വെൽബീയിങ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദം. അതായത് ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന കമ്മ്യൂണിറ്റിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.